പുതിയ സുരക്ഷാ നിയന്ത്രണത്തിന്റെ ഭാഗമായി അടുത്ത വർഷം ജനുവരി 1 മുതൽ എല്ലാ ഇരുചക്ര വാഹനങ്ങളിലും ആന്റി ബ്രേക്കിംഗ് സിസ്റ്റം നിർബന്ധമാക്കാനൊരുങ്ങി കേന്ദ്രം. വാഹനങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യം. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം ഇത് സംബന്ധിച്ച ഉത്തരവ് ഉടനെ തന്നെ പുറത്തിറക്കും. ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നതിന് കടിഞ്ഞാണിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം. ഉത്തരവ് പുറത്തിറങ്ങുന്നതോടെ ആഭ്യന്തര വിപണിയിൽ 75% കൈയാളുന്ന എൻട്രി ലെവൽ വകഭേദം ഉൾപ്പെടെ എല്ലാ ഇരുചക്ര വാഹനങ്ങളിലും ABS നിർബന്ധമാക്കും. 2022 സർക്കാരിന്റെ കണക്കനുസരിച്ച് രാജ്യത്തെ റോഡ് അപകടങ്ങളിൽ 20% ഇരുചക്ര വാഹന യാത്രക്കാരാണ് ഇരയാകുന്നത്. റോഡിൽ പെട്ടെന്നുണ്ടാകുന്ന തടസ്സം മറികടക്കാൻ ശ്രമിക്കുമ്പോഴാണ് മിക്ക ഇരുചക്ര വാഹന യാത്രികരും അപകടത്തിൽപ്പെടുന്നത്. പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ വീൽ ലോക്ക് ആകുന്നത് തടയുകയും ഇതിലൂടെ വാഹനം തെന്നിയോ ഇടിച്ചോ ഉണ്ടാകുന്ന അപകടങ്ങളുടെ സാധ്യത കുറയ്ക്കുകയുമാണ് ABS ചെയ്യുന്നത്. ABS ബ്രേക്കുകൾ വേഗത്തിൽ അമർത്താനും വാഹനം തെന്നാതെ തടസ്സം മറികടക്കാൻ ഡ്രൈവറെ സഹായിക്കുകയും ചെയ്യും. ഹെൽമറ്റ് നിർബന്ധമാക്കിയതോടെ ഇരുചക്ര വാഹന യാത്രികരുടെ മരണനിരക്കിൽ കുറവ് വന്നിട്ടുണ്ടെന്ന് സംസ്ഥാന തലത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നു. ABS കൂടി നിർബന്ധമാക്കുന്നതിലൂടെ അപകടങ്ങളുടെ എണ്ണം ഇനിയും 10% കുറയ്ക്കാനാകുമെന്നാണ് കണക്കുകൂട്ടുന്നത്. സുരക്ഷ കൂടുമ്പോഴും ABS ഘടിപ്പിക്കുക എന്നത് വാഹന നിർമ്മാതാക്കൾക്ക് ചെലവ് വർദ്ധിപ്പിക്കും. ഈ നിർമ്മാണ ചെലവ് സ്വാഭാവികമായും ഉപഭോക്താക്കളിലേക്ക് എത്തുകയും ചെയ്യും. പ്രാരംഭ വേരിയന്റുകൾക്ക് 2500 രൂപ മുതൽ 5000 രൂപ വരെ വില വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു.